എക്കോസിസ്റ്റത്തിൻ്റെ വൺ ഓഫ് ദ മെയിൻ കമ്പണൻ്റായ ബയോട്ടിക് കമ്പണൻസ് ആണ് ടോപ്പിക്. അപ്പോൾ എക്കോസിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഓർഗാനിസംസും ഫിസിക്കൽ എൻവിറോൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ്, ആ ഒരു സിസ്റ്റത്തിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിന് മെയിൻലി 2 കമ്പണൻസ് ആണുള്ളത്, ബയോട്ടിക് കമ്പണൻസ് ആൻഡ് അബയോട്ടിക് കമ്പണൻസ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ലിവിങ് ആണ്, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ്. The biotic components of an ecosystem is known as biocenosis or biota. It includes living organisms and their biotic interactions. ഒരു എൻവിറോൺമെൻറ്റൽ സിസ്റ്റത്തിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസും അവരുടെ ഇൻട്രാക്ഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബയോസിനോസിസ് കൺസിസ്റ്റ് ഓഫ് 5 മേജർ ഡിവിഷൻസ്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ മൈക്രോബ്സിൽ മൈക്രോബയോസിനോസിസ്, ഫഞ്ചയിൽ മൈക്കോസിനോസിസ്, ആൽഗയിൽ ഫൈക്കോസിനോസിസ്, പ്ലാന്റ്സിൽ ഫൈറ്റോസിനോസിസ് ആൻഡ് ആനിമൽസിൽ സൂസിനോസിസ്. അവർ പേരിൽ തന്നെയുണ്ട് അവർ ഏതാണെന്നുള്ളത്. ഇവരെല്ലാം പരസ്പരം കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അബയോട്ടിക് ഫാക്ടേഴ്സിനായിട്ടും കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രാക്ഷൻസ് ഇല്ലാതായാൽ നാച്ചുറിൻ്റെ ഇക്വിലിബ്രിയം തന്നെ ഇല്ലാതാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് ചെയിൻ എടുക്കുകയാണ്, സിംപ്ലി ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്. ഇവിടെ റാബിറ്റ് ഫുഡാക്കുന്നത് ഗ്രാസാണ്, അതുപോലെ ഫോക്സ് ഫുഡാക്കുന്നത് റാബിറ്റിനെയാണ്. അപ്പോൾ റാബിറ്റ് ഇല്ലാതായാൽ ഫോക്സിന് ഫുഡ് കിട്ടാതാവും. അതേപോലെ ഗ്രാസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും ചെയ്യും. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം ഇല്ലാതാവുകയാണ്. സോ നാച്ചുറിൻ്റെ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യാൻ ഇവരെല്ലാവരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. They react with each other and also with abiotic factors to maintain the delicate and all important balance of nature or nature's equilibrium. Functionally, biotic components fall under 4 major categories. ഇവർ 4 മേജർ കാറ്റഗറീസിൽ ഉള്ളതായിരിക്കാം. ഫസ്റ്റ്, ഓട്ടോട്രോഫ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്, സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കുന്നവർ. സെക്കൻഡ്, കൺസ്യൂമേഴ്സ് ആയിരിക്കാം, പ്രൊഡ്യൂസേഴ്സിനെ ഫുഡായിട്ട് സ്വീകരിക്കുന്നവർ. തേർഡ്, ഡീകമ്പോസേഴ്സ് ആയിരിക്കാം, അതായത് ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഫുഡായി സ്വീകരിക്കുന്നവർ. ഇവർ ഡെഡായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഉള്ള കെമിക്കൽസിനെ സിമ്പിൾ ഫോമിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കാം, എന്നുവെച്ചാൽ ഡീകമ്പോസ് ചെയ്ത ഓർഗാനിക് പ്രോഡക്റ്റിനെ ഇൻഓർഗാനിക് കോമ്പൗണ്ടാക്കി മാറ്റണവർ, കൺവേർട്ട് ചെയ്യുക. ഇനി ഇവരെക്കുറിച്ച് ബ്രീഫായി പറയാം. ഫസ്റ്റ്, ഓട്ടോട്രോഫ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്. Autotrophs are the organisms which can synthesize organic food all by themselves from inorganic constituents such as salts, water and carbon dioxide. ഇവർ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ദേ മേക്ക് ദെയർ വൺ ഫുഡ്. ഫുഡിന് വേണ്ടി എനി അതർ ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, സെൽഫ് നെറിഷ്ഡ് ആണ്. മെയിൻലി ഇവർ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡയോക്സൈഡിനെ അസിമുലേറ്റ് ചെയ്ത് സൺലൈറ്റിനെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഓട്ടോട്രോഫ്സ് പ്രൊഡ്യൂസിങ് ഫുഡ്. അതുകൊണ്ട് തന്നെ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോട്രോഫ്സ് എന്നാണ്. മറ്റെല്ലാ കമ്പണൻസും ഓട്ടോട്രോഫ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓട്ടോട്രോഫ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. They produce fresh organic food and carbon requirements not only for the entire biotic components of the ecosystem. Hence, they are often called producers. They utilize carbon dioxide as the source of carbon and nitrates or ammonium salts as the source of nitrogen. Autotrophs are of 2 kinds, phototrophs and chemotrophs. Autotrophs 2 kinds ആണ്. ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോട്രോഫ്സും കീമോസിന്തസിസ് വഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കീമോട്രോഫ്സും. അപ്പോൾ ഫോട്ടോട്രോഫ്സിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ ഫോട്ടോസിന്തസിസ് സോളാർ എനർജി ഈസ് ട്രാപ്ഡ്, കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് കൺസേർവ്ഡ് ഇൻ ബയോളജിക്കലി ഫോം ഇൻ ATP മോളിക്യൂൾസ്. ഇവിടെ സൺലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സോളാർ എനർജി ഉപയോഗിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോളാർ എനർജീനെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്ത് അതിനെ ATP മോളിക്യൂളിൽ കൺസേർവ് ചെയ്യുന്നു. The energy released by the breakdown of ATP is used for the synthesis of sugar.
ATP മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. Phototrophs are the only organisms which can directly trap and fix solar energy. They are all chlorophyll-bearing organisms. They include certain algae, cyanobacteria, purple and green bacteria, green plants, and green protists. Mainly ഇവർ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. certain algaeസും ബാക്ടീരിയാസും ഉണ്ട്. ഇവരിലൊക്കെ ഗ്രീൻ പിഗ്മെൻറ്റ് വിച്ച് ഈസ് ക്ലോറോഫിൽ പ്രസൻ്റ് ആണ്. ക്ലോറോഫില്ല് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And green plants are the major photosynthetic producers. The major photosynthetic producers of oceans are the phytoplanktons, mainly the diatoms. The major producers of freshwater ponds and lakes are the large floating plants, algae and phytoplanktons. ലാൻഡിലെ ഗ്രീൻ പ്ലാന്റ്സും ഓഷ്യൻസിലെ ഫൈറ്റോപ്ലാങ്ക്ടൺസും ആണ് മേജർ ഫോട്ടോസിന്തറ്റിക് പ്രൊഡ്യൂസേഴ്സ്. ഫ്രഷ് വാട്ടർ പോണ്ട്സ്, ലേക്സ് ഇതിലൊക്കെ ലാർജ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ആൽഗെ, ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഇവരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ്. കീമോട്രോഫ്സ്. കീമോസിന്തസിസ് വഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് കീമോട്രോഫ്സ് എന്ന് പറയുന്നത്. ഓർഗാനിസംസ് അവ ജീവിക്കുന്ന അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് കീമോട്രോഫ്സ് എന്ന് പറയുന്നത്. ഫോട്ടോട്രോഫ്സിൽ ലൈറ്റായിരുന്നു എനർജി സോഴ്സായി യൂസ് ചെയ്തിരുന്നത്. എന്നാൽ കീമോട്രോഫ്സിൽ കെമിക്കൽസിനെയാണ് എനർജി സോഴ്സായി യൂസ് ചെയ്യുന്നത്. ഈ കെമിക്കൽസാണ് കീമോ എന്ന് വരാൻ കാരണം. Chemotrophs are prokaryotes. They include certain bacteria such as sulfur bacteria, iron bacteria, and nitrophane bacteria. They synthesize carbohydrates, proteins, lipids, and nucleic acids with the help of the energy released by oxidative degradation of inorganic compounds such as sulfates, ammonia, etc. Chemotrophs use carbon dioxide as their main source of carbon. Chemotrophs play a significant role in the recycling of nutrients between living organisms and their environment. Ecological roles of autotrophs. Autotrophs are ഇവിടുത്തെ sole producers. So they play a most vital role in sustaining and supporting life on Earth. The major ecological roles are the following. First, energy fixation and organic production. Phototrophs serve as producers of biosphere through photosynthetic energy fixation. Without this role of autotrophs, life on Earth would not exist for long. Nearly 40% of this organic production is carried out by marine algae and the rest by the other plants. ഫോട്ടോസിന്തസിസ് ആണ് ഒരു എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോൻ്റെ ഫണ്ടമെൻ്റൽ. അതായത് എനർജി ഫിക്സേഷൻ അച്ചീവ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഫോട്ടോസിന്തസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഓട്ടോട്രോഫ്സ് ആണ്. അപ്പോൾ ഓട്ടോട്രോഫ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് എനർജി ഫിക്സേഷൻ എന്ന റോളില്ലെങ്കിൽ ദ ലൈഫ് ഓൺ എർത്ത് വുഡ് നോട്ട് എക്സിസ്റ്റ് ഫോർ ലോങ് ബിക്കോസ് ഓൾ ഓർഗാനിസംസ് റിക്വയർ എനർജി. സെക്കൻഡ് വൺ, ഇൻകോർപ്പറേഷൻ ഓഫ് മിനറൽസ് ഇൻ ടു പ്രോട്ടോപ്ലാസം. Plants absorb nitrates, phosphates, Fe, Cu, Mg, etc. from soil or water and incorporate them into their protoplasm. Third one, serve as the source of food energy for heterotrophs. Autotrophs directly or indirectly serve as the primary source of food energy for heterotrophs. ഹെട്രോട്രോഫ്സ് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓട്ടോട്രോഫ്സിനെയാണ്. സോ ഹെട്രോട്രോഫ്സിൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡാണ് ഓട്ടോട്രോഫ്സ്. Fourth one, provide habitats. Plants provide suitable habitats for many other organisms. For example, birds ഒക്കെ ജീവിക്കുന്നത് ട്രീസിൽ പ്ലാന്റ്സിലൊക്കെ ആണല്ലോ, അതേപോലെ. The fifth one is environmental modifications. Some autotrophs are involved in weathering of rock, modification of climate, and the modification of environmental gas composition. Then heterotrophs or consumers. Heterotrophs are the organisms which feed upon other organisms. They have no powers for synthesizing organic food from inorganic constituents. They can synthesize organic food only from organic constituents. അതായത് ഇവർ സ്വന്തമായി എനർജി ക്രിയേറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവരാണ്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്തവർ.
അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിന് കൺസ്യൂം ചെയ്യുന്നത് വഴി എനർജി അച്ചീവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസാണ് ഇൻ ആൻ എക്കോസിസ്റ്റം. For these organic constituents, they directly or indirectly depend upon other living or dead organisms, since they consume the organic matter produced by autotrophs. They are called consumers. It includes animals, some fungi and some plants. അതായത് ഇവർ ഓട്ടോട്രോഫ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഇവർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ലിവിങ് ഓർ ഡെഡ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്കോസിസ്റ്റത്തിലെ എല്ലാ കൈൻഡ്സ് ഓഫ് ആനിമൽസും ഈ കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണ്. Heterotrophs are of two main groups, namely biophagous and saprophagous. Biophagous feed on living organisms, whereas saprophagous feed on dead organic matter. Biophagous living organismsലും saprophagous dead organic matterലുമാണ് ഫീഡ് ചെയ്യുന്നത്. Biophagous include mycophagous which feed upon fungi, phycophagous which feed upon algae, phytophagous which feed upon plants, zoophagous which feed upon animals, parasites which obtain nutrients, energy and other biological requirements from other organisms. ഫഞ്ചയിൽ ഫീഡ് ചെയ്യുന്ന മൈക്കോഫാഗസ്, ആൽഗയിൽ ഫീഡ് ചെയ്യുന്ന ഫൈക്കോഫാഗസ്, പ്ലാന്റ്സിൽ ഫീഡ് ചെയ്യുന്ന ഫൈറ്റോഫാഗസ്, ആനിമൽസിൽ ഫീഡ് ചെയ്യുന്ന സൂഫാഗസ്. മറ്റുള്ള ഓർഗാനിസംസിന് ന്യൂട്രിയൻസും എനർജിയും ബയോളജിക്കൽ റിക്വയർമെൻറ്റ്സ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്ന parasites. Based on the mode of feeding, heterotrophs are grouped under the major groups, namely phagotrophs, saprotrophs or osmotrophs, and parasites. Phagotrophs, also called macro-consumers, are the heterotrophs which procure nutrients and energy by ingesting organic matter. ഓർഗാനിക് മാറ്ററിനെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ഇൻജസ്റ്റ് ചെയ്യുന്നത് വഴി, ഫുഡായി കഴിക്കുന്നത് വഴി ന്യൂട്രിയൻസും എനർജിയും പ്രൊക്യൂർ ചെയ്യുന്ന അച്ചീവ് ചെയ്യുന്ന ഹെറ്ററോട്രോഫ്സിനെയാണ് ഫാഗോട്രോഫ്സ് എന്ന് പറയുന്നത്. There are several kinds of phagotrophs such as herbivorous, carnivorous, omnivorous, sanguivorous, detritivores and parasites. Herbivores or primary consumers, they are the animals which directly feed upon plants or producers. So they form the first level consumers or the primary consumers of the ecosystem. ഇവരെ ഡയറക്റ്റ് പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ്. ഹെർബിവോറസ് എന്ന് വെച്ചാൽ പ്ലാന്റ് മെറ്റീരിയൽസ് ഈറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് ഓർ ഹെർബിവോർസ് എന്ന് പറയുന്നത്. ഗ്രാസ് ഹോപ്പർ, കൗ, റാബിറ്റ്, ബഫലോ, ഇൻസെക്ട്സ് ഇവയൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. Herbivores form the major source of food for carnivores, therefore they are sometimes regarded as key industry animals. കാർണിവേഴ്സിൻ്റെ ഫുഡിൻ്റെ മേജർ സോഴ്സാണ് ഹെർബിവോർസ്. അപ്പോൾ കീ ഇൻഡസ്ട്രി ആനിമൽസ് ആയിട്ട് ഹെർബിവോറസിനെ കണക്കാക്കുന്നു. Carnivores or secondary consumers, they are the plants and animals which feed upon animals. ഇവർ പ്ലാന്റ്സും ആവാം ആനിമൽസും ആവാം which feed upon animals ആണ്. Carnivores plants are mixotrophs or mixed feeders. ഇവർ മിക്സ്ഡ് ഫീഡേഴ്സ് ആണ്, phototrophic or as well as carnivorous. They include some insectivorous plants. Nearly 450 species of insectivorous plants are known. Example: Drosera, Diona, Atricularia, Sarracenia, Nepenthes, etc. Carnivorous animals which feed directly upon herbivores are known as primary carnivores. They constitute the second level consumers or the secondary consumers of the ecosystem. Carnivorous animals എന്ന് വെച്ചാൽ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്. ഇവർ ഹെർബിവോറസിനെ ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യുന്നു, അതുകൊണ്ട് പ്രൈമറി കാർണിവോർസ് എന്നറിയപ്പെടുന്നു. ഇവർ ഒരു പ്രൈമറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യുന്നവരാണ്. സോ ദേ കൺസ്റ്റിറ്റ്യൂട്ട് ദ സെക്കൻഡ് ലെവൽ കൺസ്യൂമേഴ്സ് ഓർ ദ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഓഫ് ദ എക്കോസിസ്റ്റം. Snake, fox, wolf, etc. are examples.
Those carnivores which feed upon the primary carnivores are called secondary carnivores. They represent the third level consumers or the tertiary consumers of the ecosystem. ഇവർ പ്രൈമറി കാർണിവേഴ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് സെക്കൻഡറി കാർണിവേഴ്സ് എന്നറിയപ്പെടുന്നു. അതായത് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ്. ദ കൺസ്റ്റിറ്റ്യൂട്ട് ടെറിഷറി കൺസ്യൂമേഴ്സ് ഓഫ് ദ എക്കോസിസ്റ്റം. ഇവരാണ് ടോപ്പ് കാർണിവോർസ്. ദേ prey upon other carnivores and herbivores. ഹെർബിവോറസും കാർണിവോറസും ആയിട്ടുള്ള എല്ലാ തരം ആനിമൽസിനെ ഇവർ കഴിക്കും, അതായത് അണ്ട് ചെയ്ത് പ്രേ ആക്കും. ലയൺസ്, വൾച്ചർ, ടൈഗർ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. Omnivores. Omnivores are the animals which feed on both plants and animals matters. പ്ലാന്റ്സിലും ആനിമൽസിലും ഫീഡ് ചെയ്യുന്ന ആനിമൽസാണ് ഒംനിവേഴ്സ്. ഒരേ സമയം ഫ്ലഷ് ഈറ്റിംഗും ആണ് പ്ലാന്റ് ഈറ്റിംഗും ആണ്, ഹ്യൂമൻസിനെ പോലെ. എക്സാമ്പിൾ സ്നേക്ക്, ഡോഗ്, കാറ്റ്, ക്രൗ, ഫോക്സ് എക്സെട്ര. സാങ്കുവോസ്. സാങ്കുവോസ് ആർ എമറ്റോഫാഗസ് which feed on the blood of other animals. Blood feeding leeches, insects and bats are the common examples. ബ്ലഡ് ഫീഡിംഗ് ആയിട്ടുള്ള ലീച്ചസിനെ പോലെ മറ്റുള്ള ആനിമൽസിൻ്റെ ബ്ലഡ് ഫീഡ് ചെയ്യുന്ന എമറ്റോഫാഗസ് ആണ് സാങ്കുവോസ്. Detritivores. Detritus feeders. They are the heterotrophic animals which feed on detritus. Detritivores include some nematodes, earthworms, some snails, some small insects etc. ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും വേസ്റ്റ് ആയിട്ടുള്ള ഡെഡ് ഓർഗാനിക് മാറ്ററിന് ഫീഡ് ചെയ്യുന്ന ഹെറ്ററോട്രോഫിക് ആനിമൽസ് ആണ് ഡെട്രിറ്റിവോർസ്. ഹെറ്ററോട്രോഫ്സിൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് സാപ്രോട്രോഫ്സ്. സാപ്രോട്രോഫ്സ് ഓർ ഓസ്മോട്രോഫ്സ്. Saprotrophs are the organisms which absorb soluble organic nutrients from inanimate sources such as dead organic matter, dung, etc. Dung, dead organic matter തുടങ്ങിയ ഇനാനിമേറ്റ് സോഴ്സസിന് സോല്യൂബിൾ ആയിട്ടുള്ള ഓർഗാനിക് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന ഓർഗാനിസംസാണ് സാപ്രോട്രോഫ്സ്. സാപ്രോട്രോഫിക് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് പ്ലാന്റ്സ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ് ആൻഡ് സാപ്രോട്രോഫിക് പ്രോട്ടിസ്റ്റ്സ് ആൻഡ് ആനിമൽസ് ആർ കോൾഡ് സാപ്രോസോയിഡ്സ്. ഹെറ്ററോട്രോഫ്സിൻ്റെ തേർഡ് കാറ്റഗറിയാണ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ആർ ഓർഗാനിസം വിച്ച് live in or on other organism from whom they obtain shelter, nutrients and other biological requirements. പാരസൈറ്റ്സ് അനദർ ഓർഗാനിസത്തിലാണ് ജീവിക്കുന്നത്, അതായത് ഓസ്റ്റ് എന്നാണ് അതറിയപ്പെടുക. ഓസ്റ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് പാരസൈറ്റ്സ് ജീവിക്കും. അതിനാവശ്യമായ ഷെൽട്ടർ, ന്യൂട്രിയൻസ്, ബയോളജിക്കൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഹോസ്റ്റിൽ നിന്ന് അത് ഒബ്റ്റെയിൻ ചെയ്യും. ഓൾ വൈറസസ് ആൻഡ് സം മെമ്പേഴ്സ് ഓഫ് ബാക്ടീരിയ, ഫംഗൈ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ദ എക്സാമ്പിൾസ്. Ecological roles of heterotrophs. Heterotrophs are very important in the energy flow and nutrient cycling in biosphere and also in maintaining nature's equilibrium. Their major ecological roles the following. First, cycling minerals. Heterotrophs take in ions, elements and therefrom plants into their own protoplasm and then return many of these substances to the soil through excretion for reuse by plants. അതായത് സൈക്ലിംഗ് ഓഫ് മിനറൽസ്, അവസാനം ഇത് സോയിലിൽ തന്നെ എത്തും, അത് പിന്നെ പ്ലാന്റ്സ് റീയൂസ് ചെയ്യും. എനർജി യൂട്ടിലൈസേഷൻ. ഹെറ്ററോട്രോഫ്സ് യൂട്ടിലൈസ് ദ സം ഓഫ് ദ സോളാർ എനർജി ഒറിജിനലി ഫിക്സ്ഡ് ബൈ ദ പ്ലാന്റ്സ്. In this process, some energy is incorporated into their organic compounds and the rest is released as heat. ഒറിജിനലി ഫിക്സ് ചെയ്ത സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളത് ഹീറ്റായി റിലീസ് ചെയ്യുന്നുണ്ട്. So energy utilization takes place. Third one, control population growth and maintain nature's balance through food chain and food webs. Biotic componentsന്റെ തേർഡ് കാറ്റഗറിയാണ് decomposers. Decomposers or reducers. Decomposers are a group of micro-consumers, small-sized consumers. They bring about the decomposition or degradation of the complex compounds of dead matter and waste into simple organic and inorganic constituents by enzymatic action. ഡെഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും ഡീകമ്പോസേഴ്സ് അറ്റാക്ക് ചെയ്യും. കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസിനെ സിമ്പിൾ കോമ്പൗണ്ടാക്കി ഡീഗ്രേഡ് ചെയ്യും. ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറിനെയും കൺസ്യൂമറിനും അവരവരുടെ കുറച്ചുകൂടി ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലിവിങ് ഓർഗാനിസംസാണ് ഡീകമ്പോസേഴ്സ്.
Decomposers include some bacteria, some yeast, and many fungi. Some of the decomposition products are absorbed by them as a food. The remainder is returned to the physical environment. ഫഞ്ചൈ, ബാക്ടീരിയ പോലുള്ള ഡീകമ്പോസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് മണ്ണിലേക്ക് അലിയിക്കാനായി അത് വീണ്ടും ഒരു പുതിയ പ്രൊഡ്യൂസറിൻ്റെ എനർജിയായി യൂസ് ചെയ്യാൻ തക്കവണ്ണം അതിന് മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡീകമ്പോസേഴ്സ്. അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എനർജി മെറ്റീരിയൽസ് സോയിലിൽ നിന്ന് ലഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡീകമ്പോസേഴ്സ്. Some organic products may be acted upon by transformers, converting them into inorganic compounds. Ecological roles of decomposers. Decomposers are ecologically important in that they return minerals to the environment and thereby enable the recycling of essential elements between organisms and the environment. This in turn is very vital in maintaining the dynamic state of ecosystem. ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ആ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കും കൺസ്യൂമറിൽ നിന്ന് ഡീകമ്പോസേഴ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേപോലെ ഡീകമ്പോസേഴ്സിൽ നിന്ന് സോയിലിലേക്കും അതിൽ നിന്ന് വീണ്ടും പ്രൊഡ്യൂസറിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത്തരത്തിലൊരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡീകമ്പോസേഴ്സും ട്രാൻസ്ഫോമേഴ്സും വെരി ഹെൽപ്ഫുള്ളാണ്. ബയോട്ടിക് കമ്പോണൻസിൻ്റെ ഫോർത്ത് കാറ്റഗറിയാണ് ട്രാൻസ്ഫോമേഴ്സ് or converters. These are the organisms which can convert the breakdown products of decomposition into still simple inorganic and organic substances which can be utilized by the producers. Thus, transformers complete the nutrient cycle. They include some bacteria. ഡീകമ്പോസിഷന് ശേഷം സിമ്പിൾ ഓർഗാനിക് മാറ്റേഴ്സിന് അനദർ കൈൻഡ് ഓഫ് ബാക്ടീരിയ അതായത് ട്രാൻസ്ഫോമേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യും. ഈ ട്രാൻസ്ഫോമേഴ്സ് ഓർഗാനിക് കോമ്പൗണ്ടിനെ ഇനോർഗാനിക് ഫോംസൊക്കെ കൺവേർട്ട് ചെയ്യും.